കോഴിക്കോട് വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ജുവനൈൽ ഹോമിൽ നിന്ന് അതീവ ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ ഒരു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥാപനത്തിലെ അന്തേവാസിയായ 12 വയസ്സുകാരനെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ജുവനൈൽ ഹോമിലെ കെയർടേക്കറായ ചേലവൂർ സ്വദേശി പി അയൂബിനെ ചേവായൂർ പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംരക്ഷണയിൽ കഴിയേണ്ട കുട്ടിക്ക് നേരെ കാവലാകേണ്ടവരിൽ നിന്ന് തന്നെ ക്രൂരത നേരിട്ടുവെന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയിലാണ് കേസിനാസ്പദമായ ഈ ക്രൂര സംഭവം നടക്കുന്നത്. സ്ഥാപനത്തിനകത്തു വെച്ചു തന്നെ കുട്ടിയെ പലതവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ വ്യക്തമാകുന്നത്. ഒടുവിൽ കുട്ടികൾക്കായി നടത്തിയ കൗൺസിലിംഗിനിടെയാണ് ഇരയായ കുട്ടി തനിക്കുണ്ടായ അതിക്രമം തുറന്നു പറഞ്ഞത്. ഇതോടെ ജൂൺ 5-ാം തീയതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയുമായിരുന്നു. പോലീസ് വലയുന്നത് മനസ്സിലാക്കി ഒളിവിൽ പോയ പ്രതി ഒടുവിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മാതാപിതാക്കളുടെയോ സമൂഹത്തിന്റെയോ നേരിട്ടുള്ള ശ്രദ്ധയില്ലാതെ കുട്ടികൾ പാർക്കുന്ന ഇടങ്ങളിൽ ഇത്തരം ക്രിമിനൽ ചിന്താഗതിയുള്ളവർ കടന്നുകൂടുന്നത് വരും തലമുറയുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ഈ സ്ഥാപനത്തിൽ മറ്റു കുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അതീവ രഹസ്യമായി വിപുലമായ അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരമുള്ള കടുത്ത വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചൈൽഡ് അബ്യൂസ് കേസുകൾ തടയുന്നതിനായി സ്ഥാപനങ്ങളിൽ കൃത്യമായ ഇടപെടലുകളിൽ നിരീക്ഷണങ്ങളും വിദഗ്ധരായ കൗൺസിലർമാരുടെ സേവനങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുവാനും എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ ഉടൻ തന്നെ ചൈൽഡ് ലൈൻ സംവിധാനങ്ങളെയോ പോലീസിനെയോ അറിയിക്കാൻ പൊതുസമൂഹം മടിക്കരുത്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നതിനും നിയമപരമായ വിവരങ്ങൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കേസിന്റെ തുടർ അന്വേഷണത്തെ കുറിച്ചും സമാനമായ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും പൂർണ്ണമായി ബോധ്യപ്പെടാൻ ഈ റിപ്പോർട്ട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനും സമൂഹത്തിൽ ജാഗ്രത ശക്തമാക്കുവാനും ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് പങ്കാളികളാവുക.